സ്വർണത്തിലെ സർപ്രൈസ് അവസാനിക്കുന്നില്ല. ബുധനാഴ്ച രാവിലെ ഗ്രാമിന് 30 രൂപ കുറഞ്ഞ സ്വർണം ഉച്ചയായപ്പോൾ വീണ്ടും കുറഞ്ഞു. 60 രൂപയുടെ ഇടിവിൽ ഗ്രാമിന് 12,395 രൂപയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സ്വർണ്ണ വ്യാപാരം. ഇന്ന് മാത്രം ഗ്രാമിന് 90 രൂപയാണ് കുറഞ്ഞത്. പവൻ വിലയിൽ ഇന്ന് 720 രൂപയുടെ കുറവുണ്ടായി. 99,160 രൂപയാണ് ഇന്ന് ഒരു പവൻ്റെ വില. രാജ്യാന്തര വിപണിയിൽ പുതുവത്സരത്തോട് അനുബന്ധിച്ച് വലിയ ലാഭമെടുപ്പ് നടന്നതോടെ സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഔൺസിന് $4,549 സ്വർണ്ണവില ഇന്ന് രാവിലെ $4,370 എന്നാൽ നിക്ഷേപകർ വിൽപ്പന ആരംഭിച്ചതോടെ വില $4,327 കൂപ്പുകുത്തി. ഇതിനൊപ്പം അമേരിക്കൻ ഡോളറിൻ്റെ വിനിമയ നിരക്കും മെച്ചപ്പെട്ടു. ഇതോടെയാണ് സംസ്ഥാനത്തും വിലയിൽ മാറ്റമുണ്ടായത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 കാരറ്റ് സ്വർണത്തിൻ്റെ വിലയിലും മാറ്റമുണ്ട്. ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 10,190 രൂപയിലെത്തി. വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 243 രൂപയിലാണ് വ്യാപാരമെന്നും കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ അറിയിച്ചു. വില കുറഞ്ഞതോടെ പുതുവത്സരത്തിൽ സ്വർണം വാങ്ങാൻ ഇരുന്നവർക്ക് ആശ്വാസമാണ്. പുതുക്കിയ വിലയനുസരിച്ച് കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1,12,400 രൂപയെങ്കിലും നൽകേണ്ടി വരും. കുറഞ്ഞത് 10% പണിക്കൂലി കണക്കാക്കിയ വിലയാണിത്. റെക്കോർഡിൽ നിന്ന് താഴേക്കിറങ്ങിയതോടെ സ്വർണ്ണവില ഇനിയും കുറയുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. വലിയ കുറവ് അടുത്തെങ്കിലും ഉണ്ടാകാൻ ഇടയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. രാജ്യാന്തര സ്വർണ്ണവില ചിലപ്പോൾ ഔൺസിന് $4,100 എത്താനുള്ള സാധ്യതയുണ്ടെന്ന് ചില സാമ്പത്തിക സ്ഥാപനങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് താൽക്കാലികമായിരിക്കും. 2026 സ്വർണം ഔൺസിന് $4,500 മുതൽ $4,700 വ്യാപാരം നടക്കാനാണ് സാധ്യത. ചില സാഹചര്യങ്ങൾ അനുകൂലമായാൽ $5,000 കടക്കുമെന്നും വിദഗ്ധരുടെ പ്രവചനമുണ്ട്. എന്ന് വെച്ചാൽ സ്വർണത്തിൽ കാര്യമായ കുറവ് പ്രതീക്ഷിക്കേണ്ടെന്ന് സാരം. ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.